ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിവ്യൂവിൽ കണ്ട പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അലൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിന് താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് ആൻഡ് വീഡിയോയിൽ പോയതിന് ശേഷം ഏത് ഇമേജ് ആണോ വേണ്ടത് അത് ഇമ്പോർട്ട് ചെയ്യുക, ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഈ ഇമേജിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു PNG വേണം. അപ്പോൾ PNG എടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ലോഡ് എ ഫോട്ടോ കൊടുക്കുക. അപ്പോൾ ഗാലറി പോയതിന് ശേഷം നമ്മൾ നേരത്തെ അലൈറ്റ് മോഷനിൽ കൊണ്ടുവന്ന അതേ ഇമേജ് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലും കൊണ്ടുവരണം. ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇറേസ് കൊടുക്കുക. ഇറേസ് കൊടുത്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് അത്രയും റിമൂവ് ചെയ്ത് കളയണം. നമുക്കതിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ റിമൂവ് ചെയ്യേണ്ട ഒരു റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ട്. നമ്മൾ എറേസ് ചെയ്യുന്ന വഴിക്ക് ചെറുതായിട്ട് കയറിപ്പോയി, നമ്മളെ സബ്ജക്റ്റിനകത്തോട്ട് കയറിപ്പോയി. നമുക്കത് വേണമെങ്കിൽ റിപ്പയർ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. താഴെ സ്മൂത്ത്നെസ് ഉണ്ട്, ഞാനതിവിടെ ഒരു 3 ആണ് കൊടുക്കുന്നത്. അതിനുശേഷം സേവ് ചെയ്യുക. ഈ സേവ് ചെയ്ത ഇമേജ് നമ്മൾ വീണ്ടും അലൈറ്റ് മോഷൻ തന്നെ കൊണ്ടുപോയി ഓപ്പൺ ചെയ്യണം. നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്ത സബ്ജക്റ്റ് മാത്രം നമ്മൾ വീണ്ടും അലൈറ്റ് മോഷൻ്റെ ടൈം ലൈനിൽ കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, താഴെയുള്ള പ്ലസ് ഐക്കൺ ഞെക്കിയതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എഫക്റ്റ് വരും. അവിടെ നമ്മൾ ആ ഇമോജി കൊണ്ടുവരണം. അപ്പോൾ ഇമോജി കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ നമ്മളെ കീബോർഡിൽ നിന്ന് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ പോയതിന് ശേഷം ഏതെങ്കിലും ഒരു ഇമോജി കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇമോജിയുടെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ 0 ആക്കി കൊടുക്കുക അതിൻ്റെ ഒപ്പാസിറ്റി. ഇവിടെ നമുക്ക് ആ ഇമോജി കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ വെച്ച് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആ ഇമോജിയുടെ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ പോയി ആഡ് എഫക്റ്റ് കൊടുക്കുക. അവിടെ റേഡിയൽ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, റേഡിയൽ റിപ്പീറ്റ്. റേഡിയൽ റിപ്പീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വേണം അവിടെ ഓപ്പൺ ആക്കാൻ. അതിനുശേഷം നമുക്ക് കൗണ്ട് നമുക്ക് എത്ര എണ്ണം വേണോ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 അല്ലെങ്കിൽ 6 കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു 6 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓറിയൻറ്റേഷൻ വരും. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ റേഡിയസ് ഉദ്ദേശിച്ചാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാം, വേണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഗിൾ ക്ലിക്ക് ചെയ്യുക. ആംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലൊരു ഡയമണ്ട് ഉണ്ട്, അത് കീ ഫ്രെയിമാണ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്തങ്ങ് സ്റ്റാർട്ടിങ് പൊസിഷനിൽ കൊണ്ടിടുക. എന്നിട്ട് ആംഗിൾ നമുക്കൊരു 90 വെച്ച് കൊടുക്കുക. 90 വെച്ചതിന് ശേഷം ആ ഒരു കീ ഫ്രെയിം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് അങ്ങ് ഡ്രാഗ് ചെയ്ത് സൈഡിലോട്ട് ഏറ്റവും എൻഡിങ്ങിൽ കൊണ്ടുവച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ സ്പീഡ് കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എഫക്ട്സിൽ പോയിട്ട് നമ്മൾ ആംഗിൾ എന്ന ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ കീ ഫ്രെയിമാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ ടൈം ലൈൻ കറക്റ്റ് ആ ഒരു കീ ഫ്രെയിമിനെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ 90 എന്ന വാല്യൂ കൊടുത്തതിന് പകരം ഇപ്പോൾ ഒരു 180 കൊടുക്കുക. ഓക്കെ, ആ ഒരു കീ ഫ്രെയിം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം
അത് ഡ്രാഗ് ചെയ്ത് സൈഡിലോട്ടാക്കുക. ഓക്കെ, ഏറ്റവും എൻഡിങ്ങിൽ. ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ അത്യാവശ്യം സ്പീഡ് കിട്ടുന്നുണ്ട്. താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിൽ തന്നെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പൊസിഷൻ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, പൊസിഷൻ കുറച്ച് മേളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഇമോജിയുടെ ലെയർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് തൊട്ട് താഴോട്ട് കൊണ്ടുവരിക. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത PNG മേളിൽ വരും, ഇമോജി താഴെ വരും. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ആ ഇമോജി വന്നിട്ടുണ്ട്. ഓക്കെ, ആ കൊടുത്തിരിക്കുന്ന ഇമോജിക്ക് കുറച്ച് ഡെപ്ത് കിട്ടാൻ വേണ്ടി ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ലൈറ്റിങ്ങിൽ പോവുക. ലൈറ്റിങ്ങിൽ നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഓക്കെ, വീഡിയോ ഇവിടെ വെച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഇമോജി നമുക്ക് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഇമോജി എന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. അവിടെ ടെക്സ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയതിന് ശേഷം നമ്മൾ കൊടുത്ത ഇമോജി മാറ്റിയിട്ട് നമുക്ക് പകരം വേറെ ഏത് ഇമോജി വേണമെങ്കിലും നമുക്കവിടെ കൊടുക്കാം.